JNU സർവകലാശാല വിദ്യാർത്ഥിയായിരുന്ന നജീബ് അഹമ്മദിനെ കണ്ടെത്തുന്നതുവരെ നിയമ പോരാട്ടം തുടരുമെന്ന് മാതാവ് ഫാത്തിയ നഫീസ് മീഡിയ വണ്ണോട് ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയെയും സമീപിക്കും. CBI അന്വേഷണം ഒട്ടും ശരിയല്ലായിരുന്നു. മകനെ മർദ്ദിച്ചവരെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തില്ലെന്നും ഫാത്തിമ നഫീസ് പറഞ്ഞു. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. ജീവിച്ചിരിക്കുന്നിടത്തോളം എന്റെ മകനു വേണ്ടി പോരാടും. അവനെ കണ്ടെത്തുകയാണ് എന്റെ ലക്ഷ്യം. അതിനായി ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിക്കുമെന്നും നജീബ് അഹമ്മദിന്റെ മാതാവ് ഫാത്തിമ നഫീസ് പറഞ്ഞു. आगे लड़ेंगे, हाईकोर्ट या सुप्रीम कोर्ट का रुख करेंगे. जब तक मुझे इंसाफ नहीं मिलता, मेरा बेटा नहीं मिलता, मुझे इंसाफ नहीं मिलता. അന്വേഷണം ശരിയായ ദിശയിലല്ലായിരുന്നു. ക്രൈംബ്രാഞ്ചിന് പിന്നാലെ CBI അന്വേഷണവും കൃത്യമായിരുന്നില്ല. മകനെ മർദ്ദിച്ചവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ തയ്യാറായില്ലെന്നും ഫാത്തിമ നഫീസ് കുറ്റപ്പെടുത്തി. CBI या पुलिस या क्राइम ब्रांच किसी ने भी सही से इन्वेस्टिगेशन किया ही नहीं था. മകന് തിരികെ നൽകണമെന്നും പോരാട്ട വഴിയിൽ തുടരുമെന്നും പിതാവ് നഫീസ് അഹമ്മദും പറഞ്ഞു. यही है कि हमारा बच्चा हमें मिल जाए, बस और कुछ नहीं चाहिए हमें. हाँ, अब वो जो भी हैं जिन्होंने कराए, सरकार चाहे सरकार सजा दे या अल्लाह चाहे अल्लाह दे सजा उन्हें. ABVPയുടെ മർദ്ദനത്തിന് പിന്നാലെയാണ് മകനെ കാണാതായത്. CBI അന്വേഷണം അവസാനിപ്പിച്ചതിൽ എന്തിനു നിരാശപ്പെടണമെന്നും നിരവധി വിദ്യാർത്ഥികൾ തങ്ങൾക്കൊപ്പമുണ്ടെന്നും കുടുംബം പറഞ്ഞു. CBIയുടെ ക്ലോഷർ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ഡൽഹി റൌസ് അവന്യൂ കോടതി അംഗീകരിച്ചെങ്കിലും നജീബിനായിട്ടുള്ള നിയമ പോരാട്ടം തുടരാനാണ് ഈ കുടുംബത്തിന്റെ തീരുമാനം. എത്രയും വേഗം സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്യും. ഇമ്രാൻ സാരിക്കൊപ്പം തൗഫീഖ് അസ്ലം, മീഡിയ വൺ.